എഡിറ്റേഴ്സ് ചോയ്സ് തുടരുന്നു. ശ്രീ വി ഗോപാലകൃഷ്ണൻ IPS, മുൻ ചീഫ് വിജിലൻസ് ഓഫീസർ, ദേവസ്വം ബോർഡ്. ഗോപാൽജി നമസ്തേ, സ്വാഗതം. നല്ല പരിഹാരമല്ലേ വിശ്വാസികളല്ലാത്ത രാഷ്ട്രീയ ഭിക്ഷാന്തേഹികൾ കുടിയേറുന്ന ദേവസ്വം ബോർഡിലേക്ക് ദീർഘകാല പ്രവൃത്തി പരിചയമുള്ള ചീഫ് സെക്രട്ടറി ആയിരുന്ന, ജില്ലാ കളക്ടർ പദവി വഹിച്ചിട്ടുള്ള, വിവിധ ഔദ്യോഗിക തസ്തികകൾ വഹിച്ചിട്ടുള്ള, മലയാളം സർവകലാശാലയുടെ വൈസ് ചാൻസലറായിരുന്ന, ഭരണപരിചയമുള്ള ഒരു IAS ഓഫീസർ വരുമ്പോൾ അത് നമ്മൾ സ്വാഗതം ചെയ്യണ്ടേ? ശ്രീ വി ഗോപാലകൃഷ്ണൻ. വന്ദേ മാതരം. പ്രദീപ്, ഈ ഞാനൊരു പ്രില്യൂഡ് പറയട്ടെ. ഈ ജയകുമാർ സാർ എൻ്റെ ഹോം സെക്രട്ടറി ആയിരുന്നു, നമ്മുടെ ചീഫ് സെക്രട്ടറി ആയിരുന്നു. ഞാൻ അദ്ദേഹത്തെ വളരെ സാഗൂതം അടുത്ത് നിന്ന് ഒബ്സർവ് ചെയ്തിട്ടുണ്ട്, പലതും മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നെ ഈ കൂടെ കിടക്കുന്നവർക്ക് രാപ്പനി അറിയൂ എന്ന് പറഞ്ഞ പോലെ ഞാനും രാധാകൃഷ്ണൻജിയും അവിടെ ദേവസ്വം ബോർഡിൽ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഈ ജയകുമാർ സാർ അന്ന് അവിടെ ഉണ്ട്. സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്, അതിൻ്റെ പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം അവിടെ ഉണ്ട്. അത് ഞാൻ പുറകെ പറയാം. ഞാൻ പ്രില്യൂഡായിട്ട് ഞാൻ വേറൊരു കാര്യം പറഞ്ഞോട്ടെ. അതായത് ഈ IAS ഓഫീസേഴ്സ് ഈ വേറെ ആരെയും കിട്ടിയില്ലേ? ഇദ്ദേഹം മാത്രമേ ഉള്ളൂ. ഈ IAS ഓഫീസേഴ്സ് എവിടെ ഇപ്പോൾ ഇന്ത്യ ന്യൂക്ലിയർ സബ്മറൈൻ ബിൽഡ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഉടൻ IAS ഓഫീസേഴ്സ് പറയും ഞാൻ പോകാം സാർ. എന്ത് സാധനം ചെയ്താലും ഉടൻ IAS ആർ പറയും ഞാൻ പോകാം സാർ. ഇത് അതിൻ്റെ ഒരു കൾമിനേഷൻ. ഓഫ് കോഴ്സ് 2014 തൊട്ട് നമ്മുടെ പ്രൈം മിനിസ്റ്റർ വന്ന ശേഷം ഇത് കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട്. അവരുടെ ഫീഫ്ഡം അത് കുറപ്പിച്ചിട്ടുണ്ട്. പഴയ പോലെ നടക്കില്ല. പക്ഷേ സ്റ്റിൽ നമ്മുടെ ഏറ്റവും സങ്കടകരമായൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ രാജ്യം ചൈനയുടെ ഇതിൻ്റെയൊക്കെ ബോർഡറിൽ നിൽക്കുന്ന കമ്മീഷൻഡ് ഓഫീസേഴ്സായിട്ട് കയറിയ COD, ചീഫ് ഓഫ് ഇവരുടെ 3 ചീഫ്സിൻ്റെ മുകളിലുള്ള COD, പിന്നെ 3 ചീഫ്, ഇവരെല്ലാം എത്ര സീനിയറാണെന്നറിയാം. 1982-84 ബാച്ചാണ്, കമ്മീഷൻ മോച്ചാണ്. അവരുടെ എത്രയോ ജൂനിയറായിട്ടുള്ള 1987-85 ബാച്ചുള്ളവരാണ് ഡിഫൻസ് സെക്രട്ടറി. പിന്നെ വേറൊരാളുണ്ട്, ഒന്ന് ഡിഫൻസ് സെക്രട്ടറി, ജീവിതത്തിൽ ഒരു വെടി പോലും വെച്ചിട്ടില്ലാത്ത, ഒരു തോക്ക് എടുത്താൽ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാത്ത, ബോംബ് പൊട്ടിയാൽ എങ്ങനെ ഇരിക്കുമെന്ന് ഒന്നും അറിഞ്ഞുകൂടാതെ, ബോംബ് പൊട്ടിയാൽ ഓടി ക്വാർട്ടേഴ്സിൽ കയറും. അതല്ലാതെ ഇവിടുത്തെ ഡിഫൻസ് സെക്രട്ടറി IAS ഓഫീസറിനെ അയാൾക്ക് എന്തോന്നറിയാം. അതേസമയം ഇതെല്ലാം ചെയ്യുന്ന ഈ നമ്മുടെ 3 ചീഫിനെയും CODയെയും പ്രോട്ടോകോൾ ഓർഡർ ഓഫ് പ്രസിഡൻസിൽ നമ്പർ 12 ആണ്. അതേസമയം 2 IAS അവിടെ ഇടിച്ചു കയറിയിരിക്കുന്നു. ഈ നരേന്ദ്രമോദിജിയെ പോലുള്ള ആളുകൾ ഉണ്ടായിട്ട് പോലും അവിടെ ഇടിച്ചു കയറി നമ്പർ 9 ആൻഡ് നമ്പർ 11 2 പേര് 2 IAS ഓഫീസേഴ്സാണ് ഇവരുടെ മുകളിലിരിക്കുന്നത്, നമ്മുടെ ചീഫ് ഓഫ് സ്റ്റാഫിൻ്റെ മുകളിൽ. അവർ വളരെ ജൂനിയറാണ് ഇവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ ഈ CAG എന്ന് പറയുന്നത് 9th പോസ്റ്റാണ്, 9th ഓർഡർ ഓഫ് പ്രസിഡൻസിൽ. അത് ആക്ച്വലി ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് സർവീസ് പരിണിതപ്രജ്ഞനായ വിനോദ് റായ് സാറിനെ പോലുള്ള ആളുകളാണ് അവിടെ വരേണ്ടത്. അതിന് പകരം അവിടെയും IAS നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ജോയിൻ ചെയ്തിട്ട് പിന്നെ ഞാൻ ഇപ്പോൾ എനിക്ക് പ്രൊമോഷൻ കിട്ടി, ഞാൻ DIG ആയി, IG ആയി, പിന്നെ DGP ആകും എന്ന് ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ കാണാം ഒരു ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസിൽ അല്ലെങ്കിൽ ഒരു IAS ഓഫീസർ വന്നിട്ട് പറയുന്നത് ഞാനാണ് DGP. ഇത് എത്രയോ നാളുകൾ കൊണ്ട് ഈ ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് സർവീസിൽ, നമ്മുടെ അക്കൗണ്ട് ഓഫീസിൽ നടക്കുന്നു. ഇതിൻ്റെ ടോപ്പ് വരുന്ന IAS ആരാണ്. അപ്പം നമ്പർ 9 അവരുടെ എത്ര താഴെയാണ് നമ്മുടെ ചീഫ് ഓഫ് സ്റ്റാഫ്, എയർഫോഴ്സ് ചീഫും മറിച്ചവരും അവർ സീനിയറാണ് ഇവരെക്കാളുമൊക്കെ. ഇതാണ് നമ്മുടെ ഈ ഗതികേട്. ഈ IASകാരുടെ എംപയർ, അവരുടെ അധീശത്വം, അവരങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് അവരുടെ ടെൻറ്റക്കിൾസ് എല്ലായിടത്തും ഇങ്ങനെ ചെയ്ത്, അതിൻ്റെ ഒരു ഭാഗമായിട്ട് എനിക്ക് ഇത് നമ്മുടെ ജയകുമാർ സാറിൻ്റെ ഇത് ഇവിടുത്തെ ഈ ശബരിമലയിൽ അദ്ദേഹത്തെ പോസ്റ്റ് ചെയ്യാൻ പോകണമെങ്കിൽ എനിക്ക് അറിഞ്ഞുകൂടാ പോസ്റ്റ് ചെയ്യോ ഇല്ലേ എന്നുള്ളത്. അദ്ദേഹം ഇത് നിയോഗമാണെന്ന് പറഞ്ഞ് സ്വീകരിച്ചു കഴിഞ്ഞു. ഈ നമ്മുടെ TG ചേട്ടൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം ഞാൻ യോജിക്കുന്നു.
അതൊന്നും ഇനി ഞാനോ രാധാകൃഷ്ണനോ ഒന്നും റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഹീ സെഡ് എവറിത്തിങ്. പക്ഷേ അദ്ദേഹം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഭക്തരെ സ്നേഹിക്കാനല്ല ഇതുപോലുള്ള ആളുകൾ വരുന്നത്. ഇന്ന് ടി ചേട്ടൻ എന്ത് വിചാരിച്ചു, പ്രേക്ഷകരെന്ത് വിചാരിച്ചു, ഉമ്മയ്ക്കാനാണോ എല്ലാവരും അങ്ങ് രക്ഷപ്പെടുത്തി ബസ്സുമൊക്കെ ഫ്രീ ആക്കി എല്ലാം ശരിയാക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഇദ്ദേഹം ഉണ്ടല്ലോ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഞങ്ങൾക്കറിയാം, രാധാകൃഷ്ണനും എനിക്കും ഒക്കെ ഇതറിയാം, ഞങ്ങളവിടെ ശബരിമലയിൽ ഉണ്ടായിരുന്നതാണ്. ഇദ്ദേഹം 2012 ജയകുമാർ സാർ കാണാൻ സുന്ദരനാണ്, നന്നായിട്ട് കവിത എഴുതും, ഈസ് എ പോളിമാത്ത്, നന്നായിട്ട് പ്രസംഗിക്കും, ഇംഗ്ലീഷിലും മലയാളത്തിലും സംസാരിക്കും, IAS ഡയറക്റ്റായിട്ട് ഡൈനാമിസം കൊണ്ട് എഴുതി കിട്ടിയ ആളുമാണ്. ഇതെല്ലാം ഞാൻ സമ്മതിച്ചു. പല IAS IPS നമ്മുടെ ചുറ്റിനുള്ളവർ ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തി ഒക്കെയാണ് കയറുന്നത്, അത് വേറെ കാര്യം. ഇദ്ദേഹം മെറിറ്റോറിയസ് ആയിട്ട് കയറിയതാണ്, അതിന് ഒരു സംശയം വേണ്ട. ഹൗവർ ബട്ട് ഡെസ്പൈറ്റ് ഓൾ ദീസ് ക്വാളിഫിക്കേഷൻസ്, ഇദ്ദേഹം 2009 തോന്നുന്നു, ഇഫ് മൈ മെമ്മറി ഈസ് റൈറ്റ്, 2009 തൊട്ട് ശബരിമലയിൽ ഉണ്ടായിരുന്നല്ലോ, 2009 തൊട്ട് 2017 വരെ ഈ ചില പൂച്ചകൾ മീൻകടയിൽ നിന്ന് കറങ്ങും പോലെ അദ്ദേഹം ശബരിമലയായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഒരുപാട് ഫങ്ഷൻ ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ വന്നിട്ടുണ്ട്. ശബരിമല അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്ഥലമാണ്. അദ്ദേഹം 2012 റിട്ടയർ ചെയ്തതല്ലേ, ഒരു 2 ലക്ഷം രൂപ പെൻഷൻ കാണും, ചീഫ് സെക്രട്ടറി ആയിട്ട് റിട്ടയർ ചെയ്തതാണ്. ഇപ്പോൾ അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു 73 വയസ്സോ 74 വയസ്സായിട്ടുണ്ട്. അദ്ദേഹത്തിന് കഷ്ടപ്പാടാണെങ്കിൽ ഞാൻ കൊടുക്കാം കുറച്ച് പൈസ, എനിക്ക് വളരെ കുറവാണ് അദ്ദേഹമായിട്ട് പെൻഷൻ കമ്പയർ ചെയ്യുമ്പോൾ, സാമ്പത്തിക ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ കൊടുക്കാം. ഒന്ന് വീട്ടിൽ റെസ്റ്റ് ചെയ്തുകൂടെ? എന്തിനാണ് ഇടിച്ച് കയറുന്നത്? അദ്ദേഹത്തെ എന്താ വീട്ടിൽ പോയി ഇവിടുത്തെ CM കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുവന്ന് ഭീഷണിപ്പെടുത്തി ചാർജ് എടുത്തിൽ തട്ടിക്കളയുമെന്ന് പറഞ്ഞോ? അതിൻ്റെയൊക്കെ പിന്നിലുള്ള കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ എഫിഷ്യൻസി, ഭരണ നൈപുണ്യം, മികവ്, സത്യസന്ധത ഒക്കെ കണ്ടറിഞ്ഞ് നിയോഗിച്ചതാണെങ്കിലോ ഈ ഒരു അന്തരാള ഘട്ടത്തിൽ? ഹീ മേ ബി ഓണസ്റ്റ്, എനിക്ക് ആ കാര്യം ക്ലിയർ ആയിട്ട് അറിഞ്ഞൂടാ, ബട്ട് ഹീ ഈസ് നോട്ട് അറ്റ് ഓൾ അപ്രൈറ്റ്. അപ്രൈറ്റ്നെസ്സും ഓണസ്റ്റിയും രണ്ടാണ്. അത് പറയാനുള്ള കാര്യം, ഇപ്പം പ്രദീപ് പറഞ്ഞതുപോലെ നൈപുണ്യം അങ്ങനെ ഒരു സാധനം അദ്ദേഹത്തിന് ഇല്ലല്ലോ. അദ്ദേഹം ഭയങ്കര മിടുക്കനാണ്, അതിന് നൈപുണ്യമൊക്കെ പ്രകടിപ്പിക്കാനുള്ള കഴിവും എല്ലാം ഉണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ നൈപുണ്യം നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2010 തൊട്ട് ഇദ്ദേഹം 2017 സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്, പിന്നെ എന്താ ഗ്രേറ്റർ കൊച്ചിൻ ഡെവലപ്മെൻറ്റ് പോലെ ശബരിമല എന്തോ ഗ്രേറ്റർ, നമുക്ക് ആ സ്പെസിഫിക്സിലേക്ക് ഒന്ന് വരാം ഗോപാൽജി.